നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം തന്റെ അമ്മ ശ്രുതിയാന്നുള്ള കാര്യമൊക്കെ ആദ്യം തിരിച്ചറിയുവാണ്. ആദ്യക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തന്നെ തോന്നുവാണ്. കാരണം ആ കുഞ്ഞു മനസ്സിൽ ഇത്രയും നാളും ആദ്യം വിചാരിച്ചോണ്ട് തന്റെ അമ്മ മരിച്ചുപോയി, തനിക്ക് അച്ഛനും ഇല്ല അമ്മയില്ലെന്നായിരുന്നു. പക്ഷേങ്കിൽ തന്റെ അമ്മ തന്റെ ആന്റിയാന്നുള്ള കാര്യം അറിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ശ്രുതി. തന്റെ മോൻ തന്നെ അറിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ സന്തോഷമുണ്ട്. പക്ഷെ അതിൽ പരം ഒരു സങ്കടമുണ്ട്. കാരണം ഇവനെ തനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. മോനെ എന്ന് പറഞ്ഞ് എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട് പറ്റില്ലല്ലോ. ആരെങ്കിലും കണ്ടുവന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം. അത് മാത്രമല്ല, വീട്ടിലേക്ക് അങ്ങനെ ചെന്ന് എപ്പോഴും സ്നേഹിക്കാനും പറ്റില്ല. എങ്ങാനും ആരെങ്കിലും കണ്ടെത്തിയാൽ പിന്നെ അതോടുകൂടി തന്റെ കുടുംബജീവിതം താർന്നു പോകും. പിന്നീട് ആദ്യം പറഞ്ഞു, അതെ എനിക്കൊരു ആഗ്രഹമുണ്ട് അമ്മേ, എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താഗ്രഹമാണെന്ന് ചോദിക്കുക. അത് പിന്നെ വേറൊന്നുമല്ല, എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളിൽ വരണം. അതെ, എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അച്ഛനും ഇല്ല അമ്മയില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുന്നിൽ അതെ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് എനിക്ക് അമ്മയെ കാണിച്ചു കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ശ്രുതി പറഞ്ഞ് ഞാൻ വരാമെന്ന് പറയാം. എന്നാ വരുന്നേ? ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുമോയെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ പെട്ടെന്ന് വരാൻ പറ്റില്ല, ഞാൻ നോക്കട്ടെ, ഞാൻ വരാമെന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. ഈ സമയത്ത് രേവതി പോയി നാരൊക്കെ എടുത്തോണ്ട് വന്നു മാല കെട്ടാനുള്ള. അപ്പൊ രണ്ട് മാലയും കൂടെ വേണമെന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ പിടിച്ചു വെച്ചിരിക്കുവാണ്. കുറെ സമയം ഇവിടെ എങ്ങനെയായാലും രേവതി ഒന്ന് പിടിച്ചു വെക്കണമെന്ന് മീര തീരുമാനിച്ചു. എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. കാരണം ശ്രുതി പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് തന്നെ വിമലേനെ ആദ്യം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുറച്ച് സമയം കാര്യങ്ങളും വേണം. ആ സമയത്ത് അങ്ങോട്ടേക്ക് രേവതി ചെല്ലാനും പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് രേവതി അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നീട് രേവതിയോട് സംസാരിക്കുകയാണ്. അല്ല രേവതി ചേച്ചി മാലയെ കെട്ടാൻ എങ്ങനെ പഠിച്ചെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അതെ കുഞ്ഞുനാളിൽ മുതൽ എൻ്റെ അച്ഛന് മാല കിട്ടുന്ന ജോലിയായിരുന്നു. പിന്നെ അമ്മ കിട്ടും. അത് കണ്ട് ഞാൻ ചെറുപ്പത്തിലെ മുതൽ ഞാനിതൊക്കെ കണ്ടുപഠിച്ച് വളർന്ന. എന്നെ ആരും പഠിപ്പിച്ചൊന്നുമല്ല, ഞാനിത് കണ്ടത് പഠിച്ച് ശീലിച്ചു വന്നാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മീര പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഈ മാല കിട്ടുന്ന കാണാനായിട്ട് എന്ത് ഭംഗിയായിട്ടാണ് കിട്ടുന്നതെന്ന് പറയണം. പിന്നെ ഒരു ദിവസം ഇത്ര മാലയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രുതി പറഞ്ഞ് 500 മാലയൊക്കെ കെട്ടിയെന്ന്. 500 മാലയൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരെയും വിളിച്ച് കല്യാണത്തിന് വേണ്ടിയിട്ട് സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ രേവതി എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അതിനകത്തൊന്നും വലിയ കാര്യമില്ല. നമ്മൾക്ക് കൈവഴക്കം ഉണ്ടെങ്കിൽ, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞോണ്ടൊക്കെ അവസ്ഥയത്. നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാന്ന് പറയണം. അപ്പോഴേക്കും മീര ഓർത്ത്, ദൈവമേ അങ്ങനെയാണെങ്കിൽ 2 മാല എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കെട്ടിയിട്ട് അങ്ങോട്ട് പോകും, അത് പാടില്ല. പിന്നീട് മീര പറഞ്ഞു, അതെ എനിക്ക് ഈ മാല കേട്ടാൽ അത്ര വശമൊന്നുമില്ല, എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് രേവതി ചോദിച്ചു, അല്ല അത് പിന്നെ ഈ സമയത്തോ? അതെ വെറുതെ ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്നൊക്കെ പറയണം. കാരണം എത്രയും പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിട്ടാൽ ശരിയാകത്തില്ല. അങ്ങനെ രേവതി കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രേവതി വിളിച്ചു, വിശക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കുക. ഇല്ല. രേവതി ചേച്ചി നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നത് കേട്ടല്ലോ. അത്രയ്ക്കൊന്നും ഇല്ലാന്ന് പറയാം, ശ്രുതി പറഞ്ഞിട്ടുണ്ട് ആഹാരം ഉണ്ടാക്കുന്ന. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാനിന്നേ രേവതി വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇറച്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര നന്നായിട്ട് കറിയൊന്നും വെക്കാൻ അറിയത്തില്ല, എനിക്ക് അതൊന്ന് കുക്ക് ചെയ്ത് തരാമെന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ അല്ല ബുദ്ധിമുട്ടാണ് വേണ്ടാന്ന് പറയണം. അല്ല ഞാൻ ഉണ്ടാക്കി തരാം, ഈ മാല കെട്ടിയിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറയണം. രക്ഷപ്പെട്ടു. പിന്നീട് രേവതി അങ്ങനെ മാല കിട്ടുന്ന സമയത്ത് രേവതി ചോദിച്ചു, അല്ല ശ്രുതിയായിട്ട് എങ്ങനെയാ മീരയ്ക്ക് പരിചയമെന്ന് ചോദിക്കുക. അതോ, അത് ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഫ്രണ്ട്സ് ആയിരുന്നു പറയണം. കുറച്ചാൾ മുമ്പ് ഇവിടെ എൻ്റെ റൂമിലായിരുന്നല്ലോ കഴിഞ്ഞിരുന്നത്, കല്യാണത്തിന് ശേഷമല്ലേ പോയത്, അതുവരെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു പറയണേ. അപ്പം ശ്രുതി ഇവിടെയാണോ പഠിച്ചത്? ശ്രുതി മലേഷ്യയിലാന്നല്ലോ പറഞ്ഞേ. അപ്പോഴാണ് അബദ്ധം മനസ്സിലായത് മീരയ്ക്ക്. പെട്ടെന്ന് മീര ചാടിക്കയറി പറഞ്ഞു, അല്ല അത് പിന്നെ മലേഷ്യയിലായിരുന്നു. അല്ല അപ്പം മീരയോ? മീരയുടെ അച്ഛനും അവിടെയായിരുന്നു ജോലി ചെയ്തേ. നീ അത് കേട്ടപ്പോഴത്തേനും പറഞ്ഞു, അല്ല എൻ്റെ അച്ഛൻ ഇവിടെയായിരുന്നു. പിന്നെ ശ്രുതി മലേഷ്യയിലായിരുന്നു പറയാ. പിന്നെ ഇടയ്ക്ക് ലീവിന് നാട്ടിൽ വരുമ്പോൾ ഞങ്ങളങ്ങനെ ഫ്രണ്ട്സ് ആയത്. കുഞ്ഞുനാളിലെ മുതലുള്ള ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കും. അതേ 6-7 വയസ്സ് മുതലായിരുന്നു പറയണം. ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ, അപ്പൊ എല്ലാ വർഷവും വരുമായിരുന്നു എന്ന് ചോദിക്കും. എല്ലാ വർഷം തന്നെ വരുമായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് ആയതാന്നൊക്കെ പറയണം. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ താൻ പിടിക്കപ്പെടും എന്നുള്ള കാര്യം മീരയ്ക്ക് മനസ്സിലായി. ശ്രുതിയുടെ കാര്യം കൂടുതൽ ചോദിക്കുന്നത്. ദൈവമേ പെട്ടുപോയോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എങ്ങാനും പിടി വീണ് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി തീർന്നു. അങ്ങനെ പതുക്കെ പതുക്കെ മീര അങ്ങോട്ട് ഒഴിഞ്ഞു മാറുവാണ്. കാരണം ഇത് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ മൊത്തം പൊളിയും. ശ്രുതി എന്താ ഏതാന്നൊക്കെ അറിയുകയും ചെയ്യും. തന്റെ പൊട്ടത്തരത്തിന് താൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അത് ശ്രുതിക്ക്, അപ്പൊ ശ്രുതിക്ക് അത്
ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ശ്രുതിയുടെ ജീവിതം തകരും. അതൊക്കെ മീരയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മീര ഓരോന്ന് കണക്ക് കൂട്ടിയാണ്, അളന്ന് തൂക്കിയാണ് രേവതിയോട് ഉത്തരവൊക്കെ കൊടുക്കുന്നത്. ആ സമയത്ത് ആദി ശ്രുതിയോട് ചോദിച്ചു, അമ്മേ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിൽക്കും. എന്താ? നാളെ എൻ്റെ കണ്ണിൻ്റെ കെട്ടടിക്കുമല്ലോ ഹോസ്പിറ്റലിൽ പോയി. അഴിക്കും. അങ്ങനെ സമയത്ത് കെട്ടഴിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മയെ ആദ്യം കാണണമെന്നൊരാഗ്രഹമുണ്ട്. എൻ്റെ അമ്മ എന്നെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമോ എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ അമ്മ വരണം. എനിക്ക് എൻ്റെ അമ്മയെ ആദ്യം കാണണം. കെട്ടഴിക്കണ സമയത്ത് എൻ്റെ അമ്മയെ വേണം എനിക്ക് ആദ്യം കാണാനായിട്ട്. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ലേ അമ്മ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ വരാമെന്ന് പറയണം. വിമല പറഞ്ഞു, ദേ വാക്ക് കൊടുത്താൽ നീ വാക്ക് മാറ്റില്ല, അറിയാലോ. വരണമെന്ന് പറഞ്ഞാൽ വരണമെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മേ, എത്രയും പെട്ടെന്ന് തന്നെ ഇവനെയും കൂട്ടി പോകാൻ നോക്കാൻ പറയണം. പോകാനാ? അല്ല പിന്നെ ഇനി ഇവിടെ ഒന്നും ശരിയാകത്തില്ല. കാരണം സച്ചിൻ രേവതിയൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകണം. ഇത് കേട്ടപ്പം വിമല പറഞ്ഞു, അതെങ്ങനെയാടി അങ്ങനെ പോകുന്നേ? അവരോടൊരു വാക്ക് പോലും പറയാതെ അവരെന്ത് കരുതും? കാരണം അവരത്ര കാര്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവരോടൊരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം അവരോട് പെട്ടെന്ന് പോകേണ്ട വന്നു, അതുകൊണ്ട് പോയതാണ്. അല്ല അത് പിന്നെ ശ്രുതി, അതെ അമ്മ ഒരു കാര്യം നേരെ മീരയുടെ അടുത്തേക്ക് പൊക്കോ, അവിടെ ചെന്നാൽ മതി. അല്ല നിന്നിപ്പോൾ ഇനിയിപ്പം അങ്ങോട്ടേക്കൊന്നും പോകണ്ട, ഹോസ്പിറ്റലിൽ പോയി റൂമൊന്നും എടുക്കണ്ടെന്ന് പറയണം. ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്നൊക്കെ പറയാം. ഇടി അത് ശരിയാവുന്ന കാര്യമാണെന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് പോയി ഇത് ബാഗിനകത്തേക്ക് തുണിയൊക്കെ എടുത്ത് വെക്കാൻ പറയണം. പിന്നെ വിമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതി പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. കാരണം സച്ചിയോ അവരാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പോകണം. അവർ വന്നിട്ടുണ്ടെങ്കിൽ വിടത്തില്ല എന്നറിയാം. ആ സമയത്ത് ആദ്യം ചോദിച്ചു, ഞങ്ങളെ പറഞ്ഞു വിടാൻ പോകണം അമ്മയെന്ന് ചോദിക്കും. അതെ അമ്മ മോനെ കാണാൻ പിന്നീട് ഒരു ദിവസം വരാം. മോനറിയാലോ അമ്മയുടെ അവസ്ഥ എന്താന്ന്. ഇവിടെ ചില കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് അമ്മ ഇതുവരെ മോനോട് മോൻ്റെ അമ്മയാണ് ഞാനെന്നുള്ള കാര്യമൊന്നും പറയാത്തെ. എന്തൊക്കെയോ ആദിക്ക് മനസ്സിലായി. ആദ്യം പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല അമ്മേ, എൻ്റെ അമ്മയാന്നുള്ള കാര്യം ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറയണം. ആ കുഞ്ഞു മനസ്സ് വേദനയുണ്ടെങ്കിലും അവൻ അങ്ങനെ ഉറപ്പ് കൊടുക്കുവാണ്. കാരണം അല്ലെങ്കിൽ ഒരിക്കൽ പോലും നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട എന്നൊക്കെ ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ മിണ്ടാനും വരത്തില്ല, നിന്റെ സ്കൂളിലേക്കും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് ആദിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആദ്യം പിന്നെ പറയുന്നത് എന്തായാലും ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ. ആ സമയത്ത് പിന്നീട് രേവതി എന്ത് ചെയ്യണം, മീര അടുക്കള സഹായിക്കുന്നുണ്ട് കറിയൊക്കെ ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും മീരയോട് പറഞ്ഞു കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തുവാണ്. പിന്നീട് മീര കഴിക്കാൻ എടുക്കുവാണ്. അങ്ങനെ കഴിക്കാൻ എടുത്തു കഴിഞ്ഞിട്ട് രേവതിയും കൂടെ കൂടി മീരയുടെ ഒപ്പം ഇരുന്ന് കഴിക്കുവാണ്. ഈ സമയത്ത് മീര പറഞ്ഞു, സമ്മതിച്ചു തന്നിരിക്കുന്നോട്ടെ രേവതിനെ. എന്താണെങ്കിലും അതുപോലെ അമ്മായിമ്മ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും കുറ്റപ്പെടുത്തലല്ലേ ഉള്ളൂ. ഞാൻ അവിടെ വരുമ്പോഴൊക്കെ കാണുന്ന എപ്പം നോക്കിയാലും രേവതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എങ്ങനെ അവരുടെ മുന്നിൽ പിടിച്ചിരിക്കുന്നു ചോദിക്കാം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, നമ്മളത് ഒരു ചെവി കൂടെ കേട്ടോ ഒരു ചെവി കൂടെ കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളെന്ന് പറയണം. എന്നാലും ഇത് കുറച്ച് കടന്ന കയ്യാ കേട്ടോ. ഞാനെങ്ങാനും ആയിരിക്കണം ഒറ്റ ദിവസം ഞാനവിടെ നിൽക്കുള്ളൂ, പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് പോകുമെന്ന് പറയണം. മിക്കവാറും അവരുടെ തലയും കൂടെ തല്ലി പൊളിച്ചിട്ടോ ഇറങ്ങി പോകത്തുള്ളൂ. കാരണം ഇത്രയും വലിയ ജോലികളൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ അവരുടെ ചീത്ത ആട്ടും തുപ്പും കേട്ട് കിടക്കാന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങൾ സഹിക്കുന്ന കാര്യമല്ല അല്ല ഇതെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, എനിക്കിത് പിന്നെ അത് ഒരു ശീലമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ രേവതി പറയണം. അപ്പോഴേക്കും മീര പറഞ്ഞു, എന്നാലും സമ്മതിക്കണം. അല്ല രേവതി മാത്രമല്ല അടുക്കള കയറി ജോലി ചെയ്യുന്നുള്ളൂ, അവിടെ വേറെ ഉണ്ടല്ലോ ആൾക്കാരോ. അതോ ഞാനെന്ന് പറഞ്ഞാൽ അറിയാലോ, ഒത്തിരി പണമുള്ള വീട്ടിൽ നിന്നൊന്നും വന്നതല്ല. പിന്നെ ശ്രുതിയാണെങ്കിലും വർഷയാണെങ്കിലും നല്ല പൈസ ടീമാ. അവർ നല്ല പണമുള്ള വീട്ടിൽ നിന്ന് വന്നാ. പിന്നെ നോക്കിക്കഴിയുമ്പോൾ അമ്മ നോക്കിക്കഴിയുമ്പം ഞാനല്ലേ ഒന്നും ഇല്ലാത്തവളെ. അതുകൊണ്ടാണ് എന്നോടെല്ലാം പറയണേ. അപ്പം ഞാൻ പിന്നെ പരാതിയൊന്നും പറയാനും പോകുന്നില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീരയ്ക്ക് ഭയങ്കര സഹതാപം തോന്നി രേവതിയോട്. ശരിക്കും പറഞ്ഞ് രേവതി പാവമാണ്, എന്ത് ചെയ്യാൻ പറ്റും. ശ്രുതിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് താൻ ഇവരെ പലപ്പോഴും തനിക്ക് ഇവരെ എതിർക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അല്ലാത്ത പക്ഷെ ഇവരെ താൻ ഒരിക്കലും എതിർക്കില്ലായിരുന്നു. ഒരു പാവപ്പെട്ട പെൺകുട്ടിയാന്നുള്ള കാര്യം ശ്രുതിക്ക് മീരയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ ഇത്രയൊക്കെ സഹിച്ചെങ്ങനെ ഇവിടെ നിൽക്കുമോ? പാവമായതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ എൻ്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോകത്തുള്ളൂ. അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ മീരയ്ക്കും ഭയങ്കര വിഷമമായി. താനും ഇവരെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. ആ സമയം ശ്രുതിയുടെ നെഞ്ചോട് പറ്റി ചേർന്ന് ഇരിക്കുവായിരുന്നു ആദി. അപ്പോഴേക്കും വിമല ഡ്രസ്സൊക്കെ ആയിട്ട് വരുവാണ്. ഡ്രസ്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ നോക്കാൻ പറയണം. അങ്ങനെ നിൽക്കുമ്പോഴത്തേനുമാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം കേട്ടെ. പെട്ടു, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യാൻ ബാഗ് കൊണ്ട് അകത്ത് വെക്കാൻ പറയണം. സച്ചിയുടെ മുന്നിൽ കൂടെ പോകാൻ പറ്റില്ല, സച്ചി കാര്യം തിരക്കും, പ്രശ്നമാവും. എന്നിട്ട് ആദ്യയോട് പറഞ്ഞു, നീ അവിടെ പോയി ഇരിക്കാൻ പറയാണ്. അങ്ങനെ ഒന്നും
അറിഞ്ഞിട്ടില്ലാത്ത മട്ടില് ശ്രുതി എന്ത് ചെയ്യണം, അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ എന്താണെങ്കിലും അവരുടെ പോക്കും മുടങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.